ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കറി വെക്കുന്നതിന് വേണ്ടി ചൂരയാണ് വാങ്ങിയിരിക്കുന്നത്. കണ്ടോ, 2 ചൂര നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഈ ചൂര തന്നത് പുന്നപ്രായിലുള്ള നിഷാദ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരനാണ്. അപ്പം ഇവിടെ വന്ന് നമ്മൾ പരിചയപ്പെട്ടതാണ്, മീൻ വിൽക്കാൻ വന്ന് പരിചയപ്പെട്ടതാണ് നിഷാദിന്. അപ്പം നിഷാദാണ് ഈ ചൂര തന്നിരിക്കുന്നത്. അപ്പം കടലിൽ മീൻ തീരെ കുറവാണ്, മീൻ വില കൂടുതലാണെന്നാണ് നിഷാദ് പറഞ്ഞത്. എന്നാലും നമുക്ക് ന്യായമായ വിലയ്ക്ക് തന്നു. ഏതായാലും ഈ മീനൊന്ന് വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. അതിനകത്തെല്ലാം വൃത്തിയാക്കല്ലേ, ഉപ്പിട്ട് ചോറ് നമ്മൾ മീൻ വൃത്തിയാക്കി കഴിഞ്ഞ് ലോലാമേത് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് കറി വെക്കാനുള്ള സാധനങ്ങളാണ്. ഉപ്പ്, മുളക് പൊടി, ഉലുവ, കുടംപുളി, മഞ്ഞപ്പൊടി, ഇത്ര സാധനം. അത് വെളിച്ചെണ്ണ, പിന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, ഇത്രയും സാധനമാണ് നമ്മൾ ചൂര ഇന്ന് കറി വെക്കാൻ എടുക്കുന്നത്. ഇതൊന്ന് റെഡിയാക്കട്ടെ, ഇതൊന്ന് അരിയട്ടെ. അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞ് നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്, ചതച്ചായിരുന്നു ഇടുന്നത് ചൂര കറി വെക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ വെളുത്തുള്ളി പൊളിക്കാം. ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കുക. ഇത് നമ്മൾ ചതച്ചാണ് കറി വെക്കാൻ എടുക്കുന്നത്. നമ്മുടെ കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇത് മാത്രം കുടംപുളി വേണോ? 3 കഷ്ണം മതിയോ? കുടംപുളി വെള്ളത്തിലിട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് ചതയ്ക്കാം. പച്ചമുളക് കൂടെ അരിഞ്ഞ് വെക്കാം. ഇത് ചതഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ ചതച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ അടുപ്പ് കൂട്ടി നേരെ കറി വെക്കാൻ തുടങ്ങാം. നമ്മൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചുവലമ്മ ചട്ടി വെച്ചു. വെളിച്ചെണ്ണ, തീ കൂടുതലുണ്ടോ? എണ്ണ ശരിക്കുക. എണ്ണ ചൂടായി. ഇത്ര ഉലുവ ഇട്ടാൽ പോരെ? നമ്മൾ ഉലുവയാണ് ആദ്യം ഇടുന്നത്.
രാമൻ വന്ന് നോക്കിയിരിക്കുകയാണ്, മീൻകറി വെക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇനി ഒരു അല്പം കടുകിടാം. കടുകിട്ട് കഴിഞ്ഞ് കരിയാപ്പിലയാണ് നമ്മൾ ഇടുന്നത്. കടുകും പൊട്ടിക്കഴിഞ്ഞ് കരിയാപ്പില ഇട്ട് അടുത്ത ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ ബാക്കി ചേരുവകൾ നമുക്ക് ചേർക്കാം. പച്ചമുളക്, അല്പം കളർ മാറുമ്പോൾ നമുക്കിനി അടുത്ത ചേരുവകൾ ചേർക്കാം. ഇട്ടിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ നിറം മാറിയിട്ടുണ്ട്. അടുത്തത് മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഇട്ട് മുളക് പൊടി നമ്മുടെ എരിവ് ആവശ്യത്തിന് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് വേണ്ടവർക്ക് ഞങ്ങളുടെ കണക്കിനാണ് ഞങ്ങൾ ഇടുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കിടന്നിരിക്കുകയാണ്. ഇപ്പം വെള്ളം, പുളിവെള്ളമാണ് ആദ്യം ചിരിക്കുന്നത്. നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ആ പുളി ഇടുന്നു. കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ചിരിക്കണം. മീൻ ഇതിനകത്ത് ആവശ്യത്തിന് കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളമാണ് ചരിച്ചിരിക്കുന്നത്. ഇനി വെള്ളം വേണമെങ്കിൽ ഇനിയും ചരിക്കാം. നമുക്ക് ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പൂടെ നമ്മൾ ചേർക്കുകയാണ്. ഒരു കണക്ക് കണ്ട് ഉപ്പ് ചേർക്കുന്നു. മീൻ കറി വെച്ച് കഴിയുമ്പം ഉപ്പ് കുറവാണെങ്കിൽ അപ്പം നമുക്ക് വീണ്ടും ഉപ്പ് ചേർക്കാം. അരപ്പ് തിളച്ചോണ്ടിരിക്കുകയാണ്. വെട്ടി തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയ ചൂരയുടെ കഷ്ണം അടുപ്പിലോട്ടിടാൻ മുലവലാമ ഇടുകയാണ്. ഇത് മീൻ വെട്ടി നമ്മൾ വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഉപ്പും വെള്ളത്തിലോട്ടാണ് മീൻ വെട്ടി വൃത്തിയാക്കാൻ ഇടുന്നത്. ഉപ്പ് വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പം ആ മീനകത്തുള്ള ഉളുമ്പും അഴുക്കും എല്ലാം മാറും. അപ്പം അങ്ങനെയാണ് നമ്മൾ മീൻ വെട്ടി വൃത്തിയാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇനിയിപ്പം കറി വേകട്ടെ. തിളച്ച് നല്ലപോലെ വേകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നാലെ. നമ്മൾ കറി ചൂരയുടെ കഷ്ണമെല്ലാം ഇട്ട് റെഡിയാക്കി പാത്രം മൂടി വെക്കട്ടെ, തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. രാമൻ മീൻകറി വേകാൻ എങ്ങനെ നോക്കിയിരിക്കുകയാണ്. കറിയാകുമ്പോൾ രാമൻ ചോറും മീനും കൂടെ കഴിക്കത്തുള്ളൂ, അല്ലെ ഇറച്ചിയും മീനും ചോറും ആയിരിക്കണം. അങ്ങനെ നോക്കിയിരിക്കുക. നമ്മൾ കറി തിളച്ചൊന്ന് നോക്കാം. കറി നല്ലപോലെ തിളച്ച് ഒന്ന് കറക്കി വെക്കട്ടെ. അടിക്ക് പിടിക്കാതിരിക്കാൻ അത് കറക്കി വെക്കുന്നത് സാധാരണ സ്വാഭാവികമാണ്. അടിക്ക് പിടിക്കാതിരിക്കാൻ അത് തന്നെയല്ല, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുകയും ചെയ്യും. തവിയിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ കഷ്ണങ്ങൾ പൊടിഞ്ഞും പോകും. അതാണ് നമ്മൾ തവിയിട്ട് ഇളക്കാത്തത്. ചൂരക്കറി റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഒരല്പം കരിയാപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണയുടെ നമുക്ക് ചിരിക്കാം. ഒന്നുകൂടെ ഒന്ന് കറക്കി നമുക്ക് വെക്കാം. അപ്പം എല്ലാം റെഡിയായിരിക്കുകയാണ്. അടുപ്പിൽ തന്നെ നമ്മൾ അങ്ങോട്ട് വെക്കുകയാണ്. കറി റെഡിയായിരിക്കുകയാണ്, ചൂരക്കറി.
നമ്മുടെ രാമൻ അവൻ നോക്കി കിടക്കുകയാണ്. അവനാദ്യം നമ്മൾ ചോറ് കൊടുത്തിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. ഒരു കഷ്ണം മീൻ അവന് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇനി മസാലയൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ തോർത്തി വേണം എടുത്ത് കൊടുക്കാൻ. ഉപ്പിന് ശകല ഉപ്പ്. വാ 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 വാ. ഒരുമ്മ ചെന്ന് ഒരുമ്മതാ ഒരുമ്മ ഉമ്മ ചോവനെ ഉമ്മ ഉമ്മ ഉമ്മ. ആ എടുത്തു. അവനങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കി നിൽക്കുകയാണ്. തിന്നാൻ തുടങ്ങി. അവസാനെ ചോറും മീനും കൂടെ പുരട്ടി കൊടുത്തില്ലെങ്കിൽ ആ മീൻ തന്നെ തിന്നിട്ട് ചോറവിടെ വെക്കും. അപ്പോൾ നമുക്ക് ചോറുണ്ണാം. എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. നമ്മൾ ചോറുണ്ണാൻ ഒരുങ്ങുകയാണ്. ചോറ് വിളമ്പട്ടെ. കറി എടുക്ക്. നമ്മുടെ ചൂരക്കറിയും കൂട്ടിയാണ് ഇന്ന് നമ്മൾ ചോറുണ്ണുന്നത്. ചൂരക്കറി, നമുക്ക് മോരുണ്ട്, അല്പം മോരൂടെ ചിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ കറി ചൂരക്കറി മോര് മാത്രമേ ഉള്ളൂ. ചൂരക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ കറി വെച്ച് നാളെ കൂട്ടിയാൽ ഏറ്റവും നല്ല ടേസ്റ്റ് ആകും. ഒരു ദിവസം നമ്മൾ ഇരുന്നിട്ട് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരല്പം ഉപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉണ്ടോ? ചൂരക്കറി അല്പം ചാറൂടെ, മീനിൻ്റെ ചാറ്, ചൂരയുടെ ചാറൂടെ കൂട്ടി കുഴച്ച് കുറച്ച് മീനൂടെ എടുത്ത് വെച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം മീനിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. മീൻ ചൂരക്കറി സൂപ്പർ. ഇനി നമ്മൾ ഇങ്ങനെ ഒന്ന് കുഴച്ച് തൈരും ചൂരക്കറിയും ചൂരയുടെ ചാറും കൂടെ കൂട്ടി സൂപ്പർ, അടിപൊളി. എങ്ങനെയുണ്ട് ചൂരക്കറി? ആദ്യം നോക്കിക്ക്. ഞാനാ ചൂര കറി വെച്ചത്. കറി ചൂടാണ്. അപ്പൊ ഈ ചൂരക്കറി തൈരും കൂടെ കൂട്ടി ഈ ചൂരയുടെ കറിയുടെ ചാറൂടെ കൂട്ടി ഇങ്ങനെ കുഴച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക സുഖവും. ഇന്ന് നമ്മൾ പുറത്തിരുന്ന്, അതായത് വേണ്ടത്ര വെട്ടം കിട്ടുകയില്ല, മുറിക്കകത്തിരുന്നാൽ സംസാരിക്കുന്ന ഇത് കണ്ടവാനം പതർച്ചയുണ്ടാകും. അതുകൊണ്ടൊന്ന് നമ്മൾ പുറത്ത് വെച്ച് തന്നെ പാചകം ചെയ്ത് പുറത്തിരുന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഏതായാലും ഇതൊരു അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ഉന്നസ്ത മണിമലയാറ് നമ്മുടെ മുറ്റത്തിരുന്ന് കിണ്ണലിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ഞങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.